എല്ലാവർക്കും നമസ്കാരം. യൂണിവേഴ്സ് ഇന്ന് നിങ്ങൾക്ക് തരുന്ന ഗൈഡൻസ് എന്താണെന്ന് നമുക്ക് നോക്കാം. ആദ്യമേ തന്നെ വന്നിരിക്കുന്നത് സ്റ്റാർ കാർഡാണ്. ഹെറഫൻറ്റ് വന്നിട്ടുണ്ട്. നൈറ്റ് ഓഫ് പെന്റക്കിൾസ്, ഇംബാലൻസ്, ഹൈ പ്രീസ്റ്റസ്, Nine of Swords, Page of Wands. ഇതാണ് ഇന്ന് കിട്ടിയിരിക്കുന്ന കാർഡുകൾ. അപ്പോൾ നമുക്ക് റീഡിങ്ങിലേക്ക് പോകാം. സ്റ്റാർട്ട് കാർഡാണ് നമുക്ക് ആദ്യം വന്നിരിക്കുന്നത്. ഇന്ന് വളരെ ശാന്തമായി സൗമ്യമായും ഇരിക്കാൻ പറ്റുന്നുണ്ടെന്നാണ് കാണുന്നത്. ഇന്നത്തെ ദിവസം നിങ്ങൾക്ക് എല്ലാ കാര്യങ്ങളും വളരെ ഭംഗിയായിട്ട് ചെയ്യാൻ പറ്റുന്നതായിട്ടാണ് കാണുന്നത്. ഒരു എന്താ പറയുന്നത്, എല്ലാ കാര്യങ്ങളും നിങ്ങൾക്ക് വളരെ കാര്യമായിട്ട് ചെയ്ത് തീർക്കാൻ പറ്റുന്നുണ്ട്. അതുപോലെ തന്നെ സമ്പൽ സമൃദ്ധിയിലായിരിക്കും ഇന്നത്തെ ദിവസം നിങ്ങൾക്ക് നിൽക്കാൻ പറ്റുന്നത്. പിന്നെ നിങ്ങളുടെ ചക്രാസ് ഇന്ന് ആക്റ്റീവ് ആവുന്നതായിട്ട് കാണുന്നുണ്ട്. നിങ്ങളുടെ 7 ചക്ര, അതായത് നമ്മുടെ ബോഡിയിൽ വളരെ അധികം ഊർജം പ്രദാനം ചെയ്യുന്ന ചക്രാസ്, അത് നിങ്ങൾക്കിന്ന് വളരെ ആക്റ്റീവായിട്ട് കാണുന്നതുകൊണ്ട് നിങ്ങൾക്കിന്ന് എല്ലാ കാര്യങ്ങളും വളരെ പോസിറ്റീവായിട്ട് കാണാനും ചിന്തിക്കുവാനും പ്രവർത്തിക്കുവാനും ഒക്കെ പറ്റുന്നതായിട്ടാണ് കാണുന്നത്. തൊഴിൽ മേഖലകളിൽ പുതിയ ഊർജം ഉണ്ടാവാൻ ചാൻസ് ഉണ്ട്. അത് പുതിയ കാര്യങ്ങൾ തുടങ്ങുന്നതിനും നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ വളരെ ഊർജ്ജസ്വലതയോടുകൂടി കണ്ടിന്യൂ ചെയ്ത് കൊണ്ടുപോകാനൊക്കെ നമുക്ക് സാധിക്കുന്നുണ്ട്. ആത്മവിശ്വാസം വർദ്ധിക്കുന്നതായിട്ടാണ് കാണുന്നത്. കാരണം നമുക്ക് ഒരുപാട് എനർജി നമ്മളിലേക്ക് വരുമ്പോൾ നമുക്ക് നല്ല ആത്മവിശ്വാസം ഉണ്ടാവും. അതുകൊണ്ട് തന്നെ നമുക്ക് എല്ലാ കാര്യങ്ങളും വളരെ ഭംഗിയായിട്ട് അവതരിപ്പിക്കാനും അത് മുന്നോട്ട് കൊണ്ടുപോകാനും ഒക്കെ സാധിക്കുന്ന ഒരു ദിവസമാണിന്ന്. അതുപോലെ ധനപരമായിട്ടും ഇന്ന് വളരെ നല്ലൊരു ദിവസമാണ്. നമുക്ക് മണി വരാനും അത് നന്നായി ഹാൻഡിൽ ചെയ്യാനും ഒക്കെ ഇന്നത്തെ ദിവസം പറ്റുന്നുണ്ടെന്നാണ് കാണിക്കുന്നത്. പുതിയ സന്തോഷങ്ങൾ കണ്ടെത്താൻ പറ്റുന്നുണ്ട്. നമുക്ക് ഇന്ന് ചിലപ്പോൾ എന്തെങ്കിലും പുതിയ പുതിയ കാര്യങ്ങൾ നമ്മുടെ ലൈഫിലേക്ക് വരുന്നതും അത് നമുക്ക് വളരെ സന്തോഷമുള്ള ഒരു കാര്യമായിട്ട് മാറുകയും ചെയ്യുന്നുണ്ട്. പുതിയ ബന്ധങ്ങൾ വരാം, പുതിയ ഓപ്പർച്യൂണിറ്റീസ് വരാം. എങ്ങനെയാണെങ്കിലും നമുക്ക് ഇന്നത്തെ ദിവസം എല്ലാ കാര്യങ്ങൾക്കും ഒരു പുതുമയും വളരെയധികം ഒരു ഊർജ്ജസ്വലതയും അനുഭവപ്പെടുന്നതായിട്ടാണ് കാണിക്കുന്നത്. നിങ്ങൾ എന്ത് കാര്യങ്ങൾ ചെയ്താലും ഇന്നൊരു ഒരു ഒരു സ്റ്റാർ എഫക്റ്റ് നിങ്ങൾക്ക് അതിനകത്ത് കിട്ടും. എന്ത് കാര്യങ്ങൾ ചെയ്താലും എല്ലാവരും ചെയ്യുന്നതിനേക്കാളും മികച്ചതായിട്ട് നിങ്ങൾക്ക് കാര്യങ്ങൾ ചെയ്യാനും അത് മുന്നോട്ട് കൊണ്ടുപോകാനും ഒക്കെ സാധിക്കുന്ന ഒരു എനർജിയാണ് സ്റ്റാർ കാർഡ് കാണിക്കുന്നത്. ഹീറോഫൻറ്റിൻ്റെ എനർജിയാണ്. ഇന്ന് നിങ്ങൾക്കറിയാവുന്ന കാര്യങ്ങൾ, നിങ്ങളുടെ അറിവ് മറ്റുള്ളവരിലേക്ക് കൈമാറാൻ ശ്രമിക്കുന്നുണ്ടെന്നാണ് പറയുന്നത്. നിങ്ങൾക്ക് ചിലപ്പോൾ എന്തെങ്കിലും കാര്യങ്ങൾക്ക് കൂടുതൽ കഴിവോ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അത് പ്രയോജനപ്പെടുത്തി നിങ്ങൾ മറ്റുള്ളവരെയും കൂടി സഹായിക്കുന്നതായിട്ടാണ് കാണുന്നത്. ആ കഴിവ് വെച്ചുകൊണ്ട് നിങ്ങളുടെ അറിവും കഴിവും മറ്റുള്ളവർക്കും കൂടി പ്രയോജനപ്രദമാവുന്ന രീതിയിൽ നിങ്ങൾ വിനിയോഗിക്കാൻ ശ്രമിക്കുന്നുണ്ടെന്നാണ് കാണിക്കുന്നത്. അതുപോലെ നിങ്ങൾക്ക് പാരമ്പര്യമായിട്ടുള്ള അറിവുകൾ നേടാനായിട്ടുള്ള ഒരു ടെൻഡൻസി ഉണ്ടാവും. അതിനെക്കുറിച്ച് നിങ്ങൾ കൂടുതൽ പഠിക്കാൻ ശ്രമിക്കുന്നുണ്ടെന്നാണ് പറയുന്നത്. പാരമ്പര്യമായ അറിവുകൾ നേടിയെടുക്കാനും അത് മറ്റുള്ളവരിലേക്ക് കൈമാറാനും നിങ്ങൾ ഇന്നത്തെ ദിവസം ശ്രമിക്കുന്നുണ്ടെന്നാണ് പറയുന്നത്. അതുപോലെ തന്നെ നിങ്ങൾക്ക് ഒരു ഉപദേഷ്ടാവിനെ കിട്ടുന്നുണ്ട്. ഇന്ന രീതിയിൽ മുന്നോട്ട് പോയാൽ കുറച്ചും കൂടി ബെറ്ററായിട്ട് മൂവ് ചെയ്യാൻ പറ്റും എന്നുള്ള ഒരു ഉപദേശം നിങ്ങൾക്ക്
ഒരു ഉപദേഷ്ടാവിനെ കിട്ടുന്നുണ്ട്. ചിലപ്പോൾ അതൊരു ഗുരുവായിരിക്കാം, ഒരു മെൻറ്ററായിരിക്കാം, അല്ലെങ്കിൽ നിങ്ങൾക്ക് കിട്ടുന്ന എന്തെങ്കിലും ഒരു ഇൻഫർമേഷൻസ് ആവാം. ചിലപ്പോൾ സോഷ്യൽ മീഡിയയിൽ കൂടി കിട്ടുന്നൊരു ഇൻഫർമേഷൻ ആവാം. എങ്ങനെയാണെങ്കിലും നിങ്ങൾക്ക് ഇന്നൊരു ഉപദേശം നിർദ്ദേശങ്ങളൊക്കെ കിട്ടുന്നുണ്ട്. അതനുസരിച്ച് നിങ്ങൾ മുന്നോട്ട് പോകുന്നുണ്ട്. അതിൽ കൂടെ നിങ്ങൾ കണ്ടെത്തുന്ന അറിവുകൾ മറ്റുള്ളവരിലേക്ക് പകർന്നു കൊടുക്കാനും അത് മറ്റുള്ളവർക്കും കൂടി പ്രയോജനപ്പെടുത്താനും ശ്രമിക്കുന്നുണ്ടെന്നാണ് കാണിക്കുന്നത്. നൈറ്റ് ഓഫ് പെന്റക്കിൾസ് ആണ് വന്നിരിക്കുന്നത്. നിങ്ങൾ ഇന്നത്തെ ദിവസം കൂടുതൽ കാര്യങ്ങൾ കഠിനാധ്വാനം ചെയ്യാനായിട്ട് തീരുമാനിക്കുന്നുണ്ട്. നിങ്ങളുടെ നേട്ടങ്ങൾക്ക് വേണ്ടി കുറച്ചും കൂടി എഫേർട്ട് ഇട്ട് കാര്യങ്ങൾ ചെയ്യാനായിട്ടുള്ളൊരു തീരുമാനം എടുക്കുന്നുണ്ടെന്നാണ് പറയുന്നത്. അതുപോലെ എല്ലാ കാര്യങ്ങളും വളരെ സൂക്ഷ്മമായി നിരീക്ഷിച്ച് ജാഗ്രതയോടുകൂടി മുന്നോട്ട് പോകുന്നുണ്ട്. നമ്മൾ ചെയ്യുന്ന കാര്യങ്ങൾ വളരെ കോൺസെൻട്രേറ്റഡ് ആയിട്ട് ഇന്നത്തെ ദിവസം ചെയ്യാനായിട്ട് നിങ്ങൾ ശ്രമിക്കുന്നുണ്ട്. പ്രത്യേകിച്ച് അത് മണിയുടെ കാര്യത്തിലാണ്. എന്തെങ്കിലും ഇൻവെസ്റ്റ്മെൻറ്റുകൾ നടത്തുമ്പോഴും എന്തെങ്കിലും പുതിയ പ്രോജക്റ്റുകൾ തുടങ്ങിയോ അങ്ങനെ എന്തെങ്കിലും പുതിയതായിട്ട് ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങളത് വളരെ കോൺസെൻട്രേറ്റഡ് ആയിട്ടും ജാഗ്രതയോടും സൂക്ഷ്മമായി പഠിക്കുകയും നിരീക്ഷിക്കുകയും ചെയ്തിട്ടാണ് അതിലേക്ക് ഇറങ്ങിത്തിരിക്കുന്നതെന്നാണ് കാണുന്നത്. പിന്നെ ഇന്നത്തെ ദിവസം നിങ്ങൾക്ക് ഭൗതികമായ കാര്യങ്ങളോട് കൂടുതൽ അട്രാക്ഷൻ തോന്നാനുള്ള ഒരു ചാൻസും ഉണ്ട്. നിങ്ങൾ ഇന്ന് എന്തെങ്കിലും കാര്യങ്ങൾ പർച്ചേസ് ചെയ്യാനോ അങ്ങനെയൊക്കെ ശ്രമിക്കുന്നുണ്ട്. അപ്പോൾ അതും നിങ്ങളിപ്പോൾ ഒരു വാഹനം പർച്ചേസ് ചെയ്യുകയാണെങ്കിൽ അതിനെക്കുറിച്ച് കൂടുതൽ അറിഞ്ഞിട്ടായിരിക്കും ചെയ്യുന്നത്. അതുപോലെ എന്തെങ്കിലും ഇലക്ട്രോണിക് ഐറ്റംസ് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾ പർച്ചേസ് ചെയ്യാൻ തീരുമാനിക്കുന്നുണ്ടെങ്കിൽ അതിനെക്കുറിച്ച് കൂടുതൽ പഠിച്ച് അല്ലെങ്കിൽ അറിവ് നേടി സൂക്ഷ്മതയോടുകൂടി പഠിച്ചതിന് ശേഷമാണ് നിങ്ങളിന്ന് അതിനു വേണ്ടി മണി സ്പെൻഡ് ചെയ്യുന്നതായിട്ടാണ് കാണുന്നത്. അപ്പോൾ ഭൗതിക സുഖങ്ങൾക്ക് വേണ്ടി നിങ്ങൾ കുറച്ച് പൈസ ചിലവാക്കുന്നതായിട്ടാണ് കാണുന്നത്. അത് വളരെ സൂക്ഷ്മതയോടുകൂടിയാണ് നിങ്ങൾ ചെയ്യുന്നത്. 9 ഓഫ് സോർട്സിൻ്റെ ഒരു എനർജി വന്നിട്ടുണ്ട്. ചിലപ്പോൾ നിങ്ങൾ ഇന്നലെ രാത്രിയിൽ എന്തെങ്കിലും പേടി സ്വപ്നങ്ങളോ ദുസ്വപ്നങ്ങളോ ഒക്കെ കണ്ടിട്ട് അതിൻ്റെ ഒരു ഹാങ് ഓവറിലായിരിക്കും ഇന്നത്തെ ദിവസം സ്റ്റാർട്ട് ചെയ്യുന്നതെന്ന് പറയുന്നുണ്ട്. അത് നിങ്ങളെ വെറുതെ ഉത്കണ്ഠ വർദ്ധിപ്പിക്കാവുന്ന ഒരു കാര്യമാണ് മാത്രമായിട്ട് അത് എടുക്കുക. അതിനെ എന്താ പറയുന്നത്, നമുക്ക് ചിലപ്പോൾ കുറേ കാര്യങ്ങൾ ചെയ്ത് തീർക്കാനുള്ളതിൻ്റെ ഒരു ടെൻഷൻ കൊണ്ടുണ്ടായിട്ടുള്ളൊരു കാര്യമായിരിക്കാം ആ ഒരു ഭയം അല്ലെങ്കിൽ ഒരു ടെൻഷനുണ്ട് നിങ്ങൾക്ക് ഇന്നത്തെ ദിവസം കാണുന്നുണ്ട്. അത് ചിലപ്പോൾ കുറേ ജോലികൾ ചെയ്ത് തീർക്കേണ്ട ഒരവസ്ഥ ഉണ്ടാവുമായിരിക്കാം. അപ്പോൾ അതൊക്കെ എങ്ങനെ ചെയ്ത് തീർക്കണം എന്നറിയാത്ത ഒരു ടെൻഷനിലാണ്. ചിലപ്പോൾ കുറച്ച് ദിവസങ്ങളായിട്ട് അവധിയായിരുന്നല്ലോ. അപ്പോൾ ഇന്ന് നിങ്ങൾ ഓഫീസിൽ ചെന്ന് കഴിയുമ്പോൾ ഒരുപാട് കാര്യങ്ങൾ ചെയ്യാനുള്ള ബേർഡൻസ് ഉണ്ടാവും. അപ്പോൾ അതെങ്ങനെ ചെയ്ത് തീർക്കാം എന്നുള്ള ഒരു ടെൻഷൻ നിങ്ങൾക്ക് ഉണ്ടാവുന്നുണ്ടെന്നാണ് പറയുന്നത്. കാര്യങ്ങൾ മുൻകൂട്ടി പ്ലാൻ ചെയ്ത് അറേഞ്ച് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് വളരെ ഈസി ആയിട്ട് നിങ്ങൾക്ക് ഹാൻഡിൽ ചെയ്ത് കൊണ്ടുപോകാൻ പറ്റുന്നുണ്ടെന്ന് പറയണം. കുറേ കാര്യങ്ങളുണ്ടെങ്കിൽ അത് നമ്മളൊന്ന് അറേഞ്ച് ചെയ്ത് അത് ഒന്ന് പ്ലാൻ ചെയ്തിട്ടുണ്ടെങ്കിൽ അത് വളരെ ഈസി ആയിട്ട് നിങ്ങൾക്ക് ഇന്നത്തെ ദിവസം ഈ കാര്യങ്ങളൊക്കെ വളരെ ഈസി ആയിട്ട് ഹാൻഡിൽ ചെയ്ത് വർക്കൊക്കെ കംപ്ലീറ്റ് ചെയ്യാൻ പറ്റുന്നുണ്ടെന്നാണ് കാണിക്കുന്നത്. പേജ് ഓഫ് വാൻഡ്സ് വന്നിട്ടുണ്ട്. ഇന്നത്തെ ദിവസം വളരെ ഉത്സാഹവും പിന്നെ അതുപോലെ തന്നെ ആശയവിനിമയങ്ങൾ നടത്തുവാനായിട്ടും സാധിക്കും. നിങ്ങൾക്കറിയാവുന്ന കാര്യങ്ങൾ മറ്റുള്ളവരിലേക്ക് പകർന്നു കൊടുക്കാൻ ആശയവിനിമയം നന്നായിട്ട് നിങ്ങൾ പറയുന്ന കാര്യങ്ങൾ മറ്റുള്ളവർക്ക് നന്നായിട്ട് മനസ്സിലാക്കാനും നിങ്ങൾ ഉദ്ദേശിക്കുന്ന രീതിയിൽ അത് മറ്റുള്ളവരെടുക്കാനും ഒക്കെ ചാൻസ് ഉണ്ട് കേട്ടോ. അത് ചില സമയത്ത് നമ്മൾ ഒരു നല്ല ഉദ്ദേശത്തോടു കൂടി ആരോടെങ്കിലും ഒരു കോൺവെർസേഷൻ നടത്തുമ്പോൾ മറ്റുള്ള ആൾക്കാർ ചിലപ്പോൾ അങ്ങനെ ആ ഒരു ഉദ്ദേശത്തോടു കൂടി എടുക്കണം എന്നില്ല. പക്ഷേ ഇന്നത്തെ ദിവസം നിങ്ങൾ അങ്ങനെ ഒരു കാര്യം ചെയ്യുകയാണെങ്കിൽ അത് മറ്റുള്ളവർ നിങ്ങൾ എന്താണോ ഉദ്ദേശിക്കുന്ന ആ ഒരു സെൻസിൽ തന്നെ എടുക്കാനായിട്ടുള്ളൊരു ചാൻസ് ഉണ്ട്. പുതിയ തുടക്കങ്ങളും പുതിയ കാര്യങ്ങൾ പരിവർത്തനങ്ങളും ഒക്കെ സംഭവിക്കുന്ന ഒരു ദിവസമാണ് ഇന്നത്തെ ദിവസം. പുതിയ കാര്യങ്ങൾ ചെയ്യുന്നു, പുതിയ കാര്യങ്ങൾ പഠിക്കുന്നു, പുതിയ കാര്യങ്ങൾ ചെയ്യാനുള്ള ഒരു ഊർജ്ജം നിങ്ങളിലേക്ക് വരുന്നുണ്ട്. അത് നിങ്ങൾക്ക് ഇന്ന് കിട്ടുന്ന ഈ ഒരു പുതിയ ചിലപ്പോൾ നിങ്ങളുടെ പാതയിൽ കുറച്ച് എന്തെങ്കിലും ഒരു പുതിയ സന്ദേശമോ ഒരു ആശയങ്ങളോ ഒക്കെ കിട്ടുന്നുണ്ടെങ്കിൽ അതിനെ പോസിറ്റീവായിട്ട് സ്വീകരിച്ച് അതിനെ അഡോപ്റ്റ് ചെയ്ത് മുന്നോട്ട് പോകാനാണ് പറയുന്നത്. ഇന്ന് കിട്ടുന്ന നിർദ്ദേശങ്ങളും ആശയങ്ങളൊക്കെ നിങ്ങൾക്ക് വളരെ പോസിറ്റീവായിട്ട് നിങ്ങളിലേക്ക് എഫക്റ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അത് നിങ്ങൾ വളരെ കാര്യമായിട്ട് അതിനൊന്ന് ശ്രദ്ധിച്ച് അതിനെ ഫോളോ ചെയ്യാനായിട്ടാണ് പറയുന്നത്.
ടെമ്പറൻസിൻ്റെ എനർജി വന്നിട്ടുണ്ട്. നിങ്ങൾ ഇന്നത്തെ ദിവസം എല്ലാ കാര്യങ്ങളിലും ഒരു സന്തുലിതാവസ്ഥ നിലനിർത്താൻ ശ്രമിക്കുന്നുണ്ടെന്നാണ് കാണുന്നത്. എല്ലാ കാര്യം ബാലൻസ് ചെയ്ത് കൊണ്ടുപോകാൻ സാധിക്കുന്നുണ്ട്. അതുപോലെ തന്നെ നിങ്ങളുടെ തേർഡ് ഐ ഇന്നത്തെ ദിവസം ഇന്ന് ചക്രാസും മൊത്തം ആക്റ്റീവാണെന്ന് ഞാൻ നേരത്തെ പറഞ്ഞു. അപ്പോൾ തേർഡ് ഐ ചില ആളുകൾക്ക് ഓപ്പൺ ആവാനായിട്ടുള്ളൊരു ചാൻസ് ഉണ്ട്. അങ്ങനെ വരുമ്പോൾ നിങ്ങൾക്ക് അതിൻ്റെ ഒരു വളരെ പോസിറ്റീവ്നെസ് നിങ്ങളിലേക്ക് എത്തുന്നുണ്ടെന്നാണ് പറയുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഉള്ളിൽ നിന്ന് വരുന്ന നിങ്ങളുടെ ആശയങ്ങളെ കൂടുതൽ ശ്രദ്ധിക്കുക, അതിനനുസരിച്ച് മുന്നോട്ട് പോവുക. ദീർഘവീക്ഷണത്തോടുകൂടി എല്ലാ കാര്യങ്ങളും നോക്കിക്കണ്ട് ചെയ്യുക. ഒരു കാര്യങ്ങളും ഇങ്ങനെ ഹറിബറിയായിട്ട് ചെയ്യരുത്. എല്ലാ കാര്യങ്ങളും ദീർഘവീക്ഷണത്തോടുകൂടി നോക്കിക്കണ്ട് വേണം കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട്. അതുപോലെ നിങ്ങൾ ഇന്നത്തെ ദിവസം നിങ്ങളുടെ ബന്ധങ്ങൾക്ക് കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നുണ്ട്. ബന്ധങ്ങൾ കൂടുതൽ ഊഷ്മളമാക്കുന്നുണ്ടെന്നാണ് പറയുന്നത്. ചിലപ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ എന്തെങ്കിലും ഇഷ്യൂസൊക്കെ ഉണ്ടായ ആളുകളാണെങ്കിൽ അതൊക്കെ മാറി നിങ്ങൾക്കിന്ന് വളരെ ഊഷ്മളമായിട്ട് ആ ബന്ധം നിലനിർത്തിക്കൊണ്ട് പോകാൻ സാധിക്കുന്നുണ്ട്. അതുപോലെ എന്തൊക്കെ പ്രശ്നങ്ങൾ നമ്മുടെ ചുറ്റുപാടുകളിലും സംഭവിക്കുന്നുണ്ടെങ്കിലും നമ്മളതിനെ ഒന്നും വലിയ കാര്യമായിട്ട് മൈൻഡിലേക്ക് എടുക്കാതെ വളരെ ശാന്തമായിട്ടിരിക്കാനാണ് പറയുന്നത്. നമ്മളുടെ ഉള്ളിൽ ഉള്ള ആ പീസ് നമ്മൾ നിലനിർത്തിക്കൊണ്ട് തന്നെ പോവുക. മറ്റുള്ളവരുടെ എഫക്റ്റ് കൊണ്ട് ഉണ്ടാക്കുന്ന പ്രശ്നങ്ങൾ നമ്മൾ തലയിലേക്ക് എടുത്ത് വെക്കാതിരിക്കുക. മാക്സിമം അങ്ങനെ ട്രൈ ചെയ്യുക. കാരണം നമ്മുടെ ചുറ്റിനും പല കാര്യങ്ങളും നടക്കും. അതെല്ലാം നമ്മൾ മൈൻഡിലേക്ക് എടുത്തു കഴിഞ്ഞാൽ നമ്മളും കൂടി അതിന് വേണ്ടിയിട്ട് ടെൻഷൻ എടുക്കേണ്ട ഒരു അവസ്ഥ വരും. അതൊക്കെ ഒഴിവാക്കിയിട്ട് നമ്മൾ നമ്മുടെ ഇന്നർ പീസ് നിലനിർത്താൻ ശ്രമിക്കുക. ചുറ്റിലും നടക്കുന്ന കാര്യങ്ങൾ അങ്ങനെ നടന്നു പൊക്കോളും. അതിന് നമുക്ക് കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കാതിരിക്കുക എന്നാണ് പറയുന്നത്. എംപറസിൻ്റെ എനർജിയാണ് വന്നിരിക്കുന്നത്. ഇന്ന് നിങ്ങളൊരു രാജ്ഞിയുടെ ഒരു എനർജിയിലാണ് നിൽക്കുന്നത്. സമ്പൽ സമൃദ്ധി, എല്ലാ കാര്യത്തിലും സമ്പൽ സമൃദ്ധി ഉണ്ടാവും. നിങ്ങൾ ചെയ്യുന്ന ജോലിയിലാണെങ്കിലും നിങ്ങൾക്ക് വരുന്ന വരുമാനത്തിൻ്റെ കാര്യത്തിൽ, സാമ്പത്തികമായ കാര്യത്തിലാണെങ്കിലും മെറ്റീരിയലിസ്റ്റിക്കായ കാര്യങ്ങൾക്കാണെങ്കിലും നിങ്ങൾക്ക് ഇന്നത്തെ ദിവസം വളരെ സമ്പൽ സമൃദ്ധമായിട്ടിരിക്കുന്നു എന്നാണ് കാണുന്നത്. അതുപോലെ എല്ലാ ഗ്രഹങ്ങളും നിങ്ങൾക്കിന്ന് അനുകൂലമായിട്ട് നിൽക്കുന്നതായിട്ടാണ് കാണുന്നത്. നമ്മുടെ ലൈഫിൽ ഗ്രഹങ്ങൾക്ക് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു സ്ഥാനമുണ്ട്. അപ്പോൾ ഇന്നത്തെ ദിവസം എല്ലാ ഗ്രഹങ്ങളും നിങ്ങൾക്ക് അനുകൂലമായിട്ട് നിൽക്കുന്നതായിട്ട് കാണിക്കുന്നുണ്ട്. അതുപോലെ ഭാവിയിലും സമ്പൽ സമൃദ്ധി ഉണ്ടാകാനുള്ള എല്ലാ കാര്യങ്ങളുമുണ്ട്. ഇത് ഒരു മേജർ ആർക്കാന കാർഡാണ്. അപ്പോൾ ഇതിൻ്റെ ഒരു റിസൾട്ട് എന്ന് പറഞ്ഞാൽ നമുക്കൊരു കണ്ടിന്യൂ ചെയ്ത് കിട്ടുന്ന ഒരു എനർജിയാണ് ഇതിൻ്റേത്. അപ്പോൾ എല്ലാ കാര്യത്തിലും ഒരു സമ്പൽ സമൃദ്ധിയും സന്തോഷവും ഒക്കെ നിങ്ങൾക്ക് നിലനിർത്തിക്കൊണ്ട് പോകാനായിട്ട് സാധിക്കുന്നുണ്ടെന്നാണ് പറയുന്നത്. എല്ലാവർക്കും നിങ്ങളെ ഒരു അംഗീകരിക്കുകയും ബഹുമാനിക്കുകയൊക്കെ ചെയ്യുന്ന ഒരു അവസ്ഥയിലേക്ക് നിങ്ങൾ മാറുന്നുണ്ട്. ചിലപ്പോൾ നിങ്ങളെ പരിഗണിക്കപ്പെടാതിരുന്ന സ്ഥലങ്ങളിൽ നിങ്ങൾക്കൊരു ഇമ്പോർട്ടൻസ് കിട്ടുന്ന ഒരു എനർജിയും കൂടി ഇതിനകത്ത് കാണിക്കുന്നുണ്ട്. അപ്പോൾ ഇന്നത്തെ റീഡിങ് വരുന്നത് വളരെ പോസിറ്റീവായിട്ടുള്ളൊരു റീഡിംഗ് ആണ്. അപ്പോൾ നിങ്ങളെല്ലാവരും ഇന്നത്തെ ദിവസം വളരെ പോസിറ്റീവായിട്ട് തന്നെ ഇരിക്കാൻ ശ്രമിക്കുക. അങ്ങനെ ഒരു പോസിറ്റീവ് എനർജി തന്നെ ഉണ്ടാവാനായിട്ട് നമുക്ക് യൂണിവേഴ്സിനോട് പ്രാർത്ഥിക്കാം. അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ റീഡിംഗ് ഇഷ്ടപ്പെട്ടെങ്കിൽ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം. നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് കാണുമ്പോൾ നിങ്ങളുടെ എനർജി കൂടുതലായിട്ട് എനിക്ക് ടാപ്പ് ചെയ്യാൻ പറ്റും. അപ്പോൾ കുറച്ചും കൂടി ആക്യുറേറ്റ് ആയിട്ടുള്ള റീഡിങ്സ് തരാനും പറ്റും. അപ്പോൾ ഇന്നത്തെ ദിവസം എല്ലാവർക്കും ഒരു നല്ല ദിവസമായിരിക്കട്ടെ എന്ന് ആശംസിക്കുന്നു. നന്ദി, നമസ്കാരം.